ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. അപ്പോൾ ഇന്നൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഒരുവിധം എല്ലാവരും നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് പച്ച പപ്പായ. തോരനായിട്ടും കറി വെച്ചിട്ടുമൊക്കെ കഴിക്കുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇന്ന് ഈ പച്ച പപ്പായയുടെ കൂടെ വേറൊരു വെജിറ്റബിൾ കൂടി ചേർത്തിട്ട് ഒരു മിക്സ്ഡ് വെജിറ്റബിൾ തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് പപ്പായാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു റാഡിഷ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ റാഡിഷ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ മുള്ളങ്കി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു വെജിറ്റബിളാണ്. പിന്നെ 2 സവാള കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റാഡിഷ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ക്യാരറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും തോരൻ കാണാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പപ്പായയുടെയും അതുപോലെ തന്നെ റാഡിഷിൻ്റെയും സ്കിന്നെല്ലാം ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പപ്പായയും അതുപോലെ തന്നെ റാഡിഷും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള നല്ല തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തോരനിലേക്ക് ആവശ്യമുള്ള നാളികേരവും അതുപോലെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ റാഡിഷും അതുപോലെ തന്നെ പപ്പായയും ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള, ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന നാളികേരവും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കൈകൊണ്ട് ഈ എല്ലാ വെജിറ്റബിൾസും അതുപോലെ തേങ്ങയും സവാളയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണതിലാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തോരൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന തോരൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് മൂടിയൊന്ന് തുറന്നിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ തോരൻ ഏകദേശമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 2-3 സെക്കൻഡ് നേരം നമ്മൾ തുറന്ന് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണം. അങ്ങനെ പപ്പായയും റാഡിഷും കൂടി ചേർത്ത് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഏകദേശം ഒരു ക്യാബേജ് തോരൻ്റെ പോലെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പപ്പായയും റാഡിഷും കൂടിയുള്ള ഈ കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.